പഞ്ചസാരപ്പാനി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര, അതായത് ഇതിലൊരു ഇത് പഞ്ചസാര ഇട്ടു. 1 കപ്പ് പഞ്ചസാര. പിന്നെ അത്രയും കൂടി ഞാൻ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കാം. ഇതാ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം അല്ലേ? കുറുക്കാം. അപ്പൊ ഒരിത്തിരി കളറും കൂടി ഒഴിക്കാട്ടോ. അപ്പൊ കുഞ്ഞാമ്മ കളർ എടുത്തിട്ടുണ്ട്. ഇനി കളർ ഒഴിക്കുന്നു. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കത് പാനി ഉണ്ടാക്കാം അല്ലെ? ശർക്കരപ്പാനി അല്ല, പഞ്ചസാരപ്പാനി ഉണ്ടാക്കാം. ശർക്കരപ്പാനി കുഞ്ഞാമ്മ പറഞ്ഞ കാരണം തമിഴില് നമ്മൾ ശർക്കരയാണെന്നാണല്ലോ പറയാ. അപ്പൊ കുറുക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പൊ ഫാമി ഇത് നന്നായിട്ടൊരു ഇതുണ്ടോ, ഒരു നൂല് പോലെ ആയി വരുന്നുണ്ട്. അത്യാവശ്യം കുറുകി വന്നു, ഒരു കയ്യുമൊക്കെ ഒട്ടണ പരിപാടി. അപ്പം നമുക്കിത് ഇനി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം. ജിലേബിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ അതിലേക്കിട്ട് 2 കപ്പ് മൈദ ഇടാം. 2 കപ്പ് മൈദ ഒന്നിട്ടു. ഇനി ഇപ്പൊ രണ്ടാമത്തെ 2 കപ്പ് ഇട്ടു. രണ്ടാമത്തെ കപ്പാട്ടോ ഇടുന്ന. ഇനി അതിലേക്ക് 1 കപ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഗോതമ്പിന്റെ പൊടിയും കൂടി ഇട്ടാം. അപ്പോൾ 1 ബൗള് ഇതും കൂടെ ഗോതമ്പ് പൊടിയും കൂടി ഇടാം. അപ്പൊ ഒരു ചെറിയ ബൗളാണ് കേട്ടോ. ചെറിയ ബൗള് ഗോതമ്പ് പൊടി ഇട്ടു. അപ്പൊ ഈ ബൗളിന് 2 ബൗള് മൈദ, 1 ബൗള് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി ഇട്ടു. ഇനി നമുക്ക് അതിൽ എന്താ, ഒരിത്തിരി ഉപ്പ്. അപ്പൊ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇടാൻ പോവാണ്. അപ്പൊ 1 സ്പൂണ് നെയ്യ് ഇട്ടു കേട്ടോ. ഇനി കുഞ്ഞാമ്മ തൈരാണ് ഇടുന്നത്. 1 സ്പൂണ് തൈരും കൂടെ ചേർക്കാം കേട്ടോ. അപ്പം ഞങ്ങള് ഇത്തിരി കളർ ഇടാൻ പോവാ. ഇത്തിരി കളറും കൂടെ ഇട്ടു. നമ്മളിതിലേക്ക് 2 കപ്പ് മൈദ ഇട്ടു. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി, എന്നിട്ട് 1 സ്പൂൺ നെയ്യ്, എന്നിട്ട് തൈര്, എന്നിട്ട് കുറച്ച് കളർ കൂടി ഒരിത്തിരി ഉപ്പ് ഇട്ടു അല്ലേ നമ്മള്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പൊ 1 കപ്പ് വെള്ളം, അതേ അളവില് വെള്ളം ഒഴിക്കണം പൊടിന്റെ. അത് ആദ്യം ഞങ്ങൾ 1 ബൗൾ വെച്ചിട്ട് ഞങ്ങളൊന്ന് മിക്സ് ആക്കി നോക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ ബൗള് വെള്ളം കൂടി ഒഴിക്കുകയാണ്. മിക്സ്. അപ്പൊ ഇത് 3 ബൗൾ ഇതില് വെള്ളം ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് ലൂസ് പരുവത്തിലാക്കി എടുക്കണം. അപ്പൊ ഞങ്ങൾ ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് ലൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസ് പരുവായിക്കണേ. അപ്പൊ ഇനി നമുക്ക് ജിലേബി ചുട്ടെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ആ ബോട്ടിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. മാവിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഹോളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി. ഇനി അതിങ്ങനെ ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെ? നമുക്ക് ജിലേബിന്റെ രൂപത്തിൽ ഇങ്ങനെ വട്ടത്തിൽ ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാട്ടോ വേണ്ടിയത്. അപ്പൊ ജിലേബിന്റെ മാവ് ഒഴിക്കാൻ പോവുകയാണ്. പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണ തെറിച്ച് എന്തായാലും കൊള്ളും. അപ്പൊ ഇത് ശരിയായി വരികയാണ് കേട്ടോ ഞങ്ങളത്. അപ്പൊ കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതെടുത്താണ് നമുക്ക് ആ മറ്റേ പാത്രത്തിലേക്ക് ഇടാം. ഫസ്റ്റ് ഇതൊന്ന് പൊരിഞ്ഞ് വരട്ടോ. ഇത് ഞങ്ങൾ ഇനി കോരി എടുത്താണ് ശർക്കരപ്പാനിയിൽ ഇടും. പഞ്ചസാരപ്പാനി. അപ്പൊ ഞങ്ങൾ ഇത് പഞ്ചസാരപ്പാനിയിലിട്ടു. ഇനി ഇത് കുറച്ചു നേരം ഇവിടെ കിടക്കട്ടെ. നമ്മളെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ കാണാം. ഭയങ്കര രുചിയുണ്ട് കേട്ടോ.
അപ്പൊ നിങ്ങളും ചെയ്ത് നോക്കണേ. അപ്പോൾ ഞങ്ങളൊക്കെ നാളെ കാണാം. കഴിച്ചൂടെ. അടുത്ത വീഡിയോയിൽ നാളെ കാണാം. ബൈ ബൈ. ബൈ.